നമ്മളിവിടെ നട്ട കൂവ ഇന്ന് നമ്മൾ പറഞ്ഞ കൂവ നമ്മൾ പറിക്കാൻ പോവാണ്. നമ്മൾ ഏകദേശം ഒരു 3-3.5 ഏക്കർ കൂവയുണ്ടായിരുന്നു. ഏകദേശം പകുതി ഭാഗത്തോളം നമ്മളിപ്പോൾ പറിച്ചു. ബാക്കി ഇത് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി നല്ല വളമുണ്ട്. ഓരോ ചോട്ടിലും 8-10 കിഴങ്ങ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു ചോടൊന്ന് പറിച്ചു നോക്കാം. അതിൻ്റെ അടിയിലോട്ടൊക്കെ കിഴങ്ങ് കിടപ്പുണ്ട്. ഒരു 10. ഇത് നമ്മളിപ്പോൾ ഒരു 3-4 ചോട് പറിച്ചതാണ്. 3-4 ചോട്ടിൽ നമുക്ക് കിട്ടിയ കിഴങ്ങാണ്. അതിനകത്ത് ഇതൊക്കെ നല്ല വലിയ കിഴങ്ങാണ്. ഇതിൻ്റെ ആ വീർത്ത് ഇരിക്കുന്ന ഭാഗത്താണ് കൂടുതൽ പൊടിയുള്ളത്. ചെറിയ കിഴങ്ങിനും പൊടിയുണ്ട്. ഇതൊക്കെ ഒരുക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് തൂത്താൽ മതി. ഉണ്ടോ, പെട്ടെന്ന് തന്നെ ആ തൊലിയെല്ലാം പൊളിഞ്ഞു പോകും. ഇങ്ങനെ കൈക്കൊന്ന് തൂത്താൽ പോകും. എന്നിട്ട് നമ്മൾ നല്ലപോലെ മെഷീൻ ഉപയോഗിച്ച് പ്രഷർ വാഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അരയ്ക്കാനെടുക്കും. മറ്റേ കൂവ പോലെ ഒരുക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. പറിച്ച ഉടനെ ആണെങ്കിൽ ഇതിൻ്റെ വെള്ളം വലിയുന്നതിന് മുമ്പാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ വെള്ളം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തൂത്താൽ പോകില്ല, ഇച്ചിരി പാടുണ്ട്. ഇത് ഈർപ്പമുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് നമുക്ക് കിഴങ്ങ് ക്ലീൻ ചെയ്യുന്നതിനും പറ്റും. ഇങ്ങനെ നമ്മളൊരു കിഴങ്ങ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നു. ഇനി നല്ലപോലെ വെള്ളത്തിൽ കഴുകി നമുക്ക് അരച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 3 ചോട്ടിലെ കിഴങ്ങാണ്. 3 ചോട്ടിലെ കിഴങ്ങ് ഏകദേശം ഒരു 4 കിലോയോളം ഉണ്ട്. 4 കിലോയോളം കിഴങ്ങുണ്ട്. നമുക്കൊരു 6 കിലോ 6.5 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ 1 കിലോ പൊടി കിട്ടുന്നുണ്ട്. 6-6.5 കിലോ. അപ്പോൾ ഒരു 6-7 ചോടുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ പൊടി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 6-7 ചോട് പറിച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 1 കിലോ പൊടി ഏകദേശം കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കൃഷി നഷ്ടമല്ല, പറിക്കാനും എളുപ്പമുണ്ട്. പണിയുണ്ട്. ഇതെല്ലാം കഴുകി ഉരച്ച് അരച്ചെടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് 1 മാസമായിട്ട് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മാസമായിട്ട് പണിതിട്ട് ഏകദേശം ഒരു 300 കിലോ പൊടിയോളം ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 ദിവസം ഞങ്ങൾ അരയ്ക്കുന്നുണ്ട്. 1-2 ദിവസം അരച്ച് ഒരു 300 കിലോ പൊടിയായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10-300 കിലോ പൊടി കൂടെ കിട്ടാനുള്ള കൂവയോടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ഏക്കറോളമാണ് കൃഷി ചെയ്യിക്കുന്നത്. 3 ഏക്കറിൽ നമുക്കൊരു 600 കിലോയോളം പൊടി ഏതായാലും കിട്ടും. നമ്മൾ ഈ കൂവ പറിക്കാനായിട്ട് ഇതിന് ഏകദേശം കിഴങ്ങ് ഒരു 1.5 അടി 2 അടിയോളം താഴെയൊക്കെ ആയിരിക്കും. നമുക്ക് വലിയ ഇതുപോലൊരു അലവാങ്ങുണ്ടെങ്കിൽ നമുക്ക് കുത്തി അതിൽ ഒരു വശത്ത് താത്ത് കഴിഞ്ഞാൽ ആ താത്തിച്ച് നമ്മൾ ഒരു സൈഡിൽ നിന്ന് പൊക്കുമ്പം ചോട് മൊത്തമായിട്ട് ഒന്നിച്ച് പൊങ്ങിപ്പോരും. 8, 10, 12, 15 കിഴങ്ങുണ്ടല്ലോ. അത് അങ്ങനെ പറിക്കുന്ന എളുപ്പം. തൂമ്പായിക്ക് പറിക്കാൻ നോക്കുക വേണ്ട, മുഴുവൻ കിഴങ്ങും മുറിഞ്ഞു പോകും. അലവാങ്ങിന് ഒരു സൈഡിൽ നിന്ന് നല്ലപോലെ താത്തിട്ട് നമ്മൾ പൊക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ, ഇത് ഏരിയ നട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് അലവാങ്ങിന് നമുക്ക് താക്കാൻ എളുപ്പം. അങ്ങനെ ഒരു 1.5 അടി താത്തതിന് ശേഷം അലവാങ്ക് ഒരു വശത്തോട്ട് ചായച്ച് പൊക്കി കഴിയുമ്പോഴത്തേന് കിഴങ്ങെല്ലാം കൂടെ പൊങ്ങി വരും. അടിയിൽ മുറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാന്തി എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി 1.5 അടി 2 അടിയൊക്കെ അടിയിൽ ഒന്നിച്ച് പൊക്കി എടുക്കുകയാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് തൂമ്പായിക്ക് പറിക്കാതെ ഇങ്ങനെ വലിയൊരു അലവാങ്ങുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. വലിയ കായികാധ്വാനം കൂടാതെ തന്നെ പറിച്ചെടുക്കാൻ പറ്റും. 8-10 കിഴങ്ങുള്ള ചോടാണ് പറിക്കാൻ എളുപ്പം. അത് പെട്ടെന്ന് പൊങ്ങിപ്പോയി. കിഴങ്ങ് കുറവുള്ള ചോടാണ് പിടുത്തവും വെയിലും ഒക്കെ ഉള്ളത്. 10-12 കിഴങ്ങുണ്ടെങ്കിൽ ഒരു കുത്തിന് തന്നെ അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് നമ്മൾ മെഷീനിലെടുത്തിട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. കഴുകി നമ്മളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്ന കിഴങ്ങ്. ഇതിന് പൊടി വരുന്നതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഈ ഒരു വണ്ണം കൂടിയ ഉരുണ്ടിരിക്കുന്ന ഭാഗത്താണ് ഈ പൊടിയുള്ളത്. നമ്മൾ ഈ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ മണ്ണിൻ്റെ അംശമെല്ലാം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മണ്ണിൻ്റെ അംശം നീക്കം ചെയ്ത് വെള്ളത്തിൽ കഴുകി നമ്മൾ മെഷീനിലോട്ട് ഇടുകയാണ്. മെഷീനിലിട്ടാൽ പെട്ടെന്ന് അരയും. മറ്റേ കൂവയുടെ കടുപ്പമൊന്നും ഇതിനില്ല, വേഗം അരിഞ്ഞ് കിട്ടുന്നൊരു കൂവയാണ്. നമുക്കൊരു 300 കിലോ ഒക്കെ അരയ്ക്കാൻ ഒരു 4 മണിക്കൂർ കൊണ്ട് അരച്ച് തീരും. ഇനി നമുക്കിത് അരയ്ക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കിഴങ്ങ് നമ്മൾ ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പുറകോട്ട് വെച്ച് ഇത് ഒരു ഹോഴ്സ് പവറിൻ്റെ മോട്ടറാണ് ഇതേ പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 37,000 രൂപ വിലയുള്ളൊരു മെഷീനാണ്. ഞാനിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യാണ്ട് അരയ്ക്കാനായിട്ട് മേടിച്ചതാണ്. നല്ലപോലെ വേഗം അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു 300 കിലോയ്ക്ക് ഒരു 4 മണിക്കൂർ കൊണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. മറ്റേ കൂവയ്ക്കായിരിക്കും കടുപ്പം കുറവുള്ളതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് അരയുന്നുണ്ട്. മറ്റേ കൂവയ്ക്കാണെങ്കിൽ 1-2 മണിക്കൂർ കൂടെ കൂടുതൽ വേണമായിരിക്കും സാധാരണ കൂവയ്ക്ക്. ഇത് വേഗം തന്നെ അരഞ്ഞ് വീഴുന്നുണ്ട്. കഴിഞ്ഞ വർഷം 30,000 ഒക്കെ ഉള്ളായിരുന്നു. ഈ വർഷം 6-7,000 രൂപ വില കൂടിയതാണ്. മോട്ടറിന് വില കൂടി. അങ്ങനെ സ്റ്റീലിൻ്റെ തകിടാണ് അത് റോൾ ചെയ്യുന്നത്. അതേൽ അറിയുമ്പോഴാണ് ഇത് അരിഞ്ഞു വരുന്നത്.
സ്റ്റീലിൽ കൊണ്ടുള്ള ഒരു നമ്മൾ പഴയ അരയ്ക്കുന്ന തകരം പോലെ തന്നെ സ്റ്റീലെ ചെയ്തെടുത്തിരിക്കുന്ന അത് നല്ല ശക്തിയായ സ്പീഡിൽ കറങ്ങും. നമ്മൾ ഈ പലക കൊണ്ട് അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ അതിലോട്ട് ഒരഞ്ഞാണ് ഈ അരഞ്ഞ് താഴെ വീഴുന്നത്. അപ്പോൾ കാണാൻ നല്ലപോലെ അരഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ പിഴിഞ്ഞെടുത്ത കൂവ ഇങ്ങനെ നമ്മൾ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കീഴെ ഇങ്ങനെ പിഴിഞ്ഞ് നമ്മളതിൻ്റെ പൊടി താഴേക്ക് പൊക്കോളും. ബീപ്പയുടെ മുകളിൽ 2 ലെയർ നെറ്റ് കെട്ടിയിട്ടുണ്ട്. ആ നെറ്റിലാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അതിന് മുകളിലേക്ക് നമ്മൾ ടാപ്പിൽ നിന്ന് നേരെ വെള്ളം അതിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു ബീപ്പ നമുക്ക് മുഴുവൻ പിഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു 10 കിലോ പൊടി ഒരു ബീപ്പ കിട്ടും. നേർപ്പിച്ച് പിഴിഞ്ഞെങ്കിലേ അതിൻ്റെ പൊടി മുഴുവൻ നമുക്ക് താഴോട്ട് വീഴുള്ളൂ. നന്നായിട്ട് പിഴിഞ്ഞെങ്കിലേ അതിൻ്റെ പൊടി മുഴുവൻ കിട്ടുള്ളൂ. നമ്മൾ നല്ലപോലെ ഞെക്കി ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിലേക്ക് ഇപ്പം നല്ല പച്ചവെള്ളത്തിലോട്ട് പിഴിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ പൊടിയുള്ളത് താഴോട്ട് വരും. നമുക്ക് കയ്യിലറിയാം പൊടി പോയി കഴിയുമ്പോൾ. നമ്മൾ പിഴിയുമ്പോൾ പൊടി പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ അറിയാം അത് പൊടിയില്ല. വീഴുന്ന വെള്ളത്തിൻ്റെ നിറവും നല്ല പച്ചവെള്ളം പോലെ. അപ്പം നമ്മൾ ആ പിണ്ടി കളഞ്ഞിട്ട് നമ്മൾ പുതിയ ഇതിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ പൊടിയാകണ്ടോ. പാത്രത്തിനടിയിൽ നിന്ന് വരുന്നതേ. ഇത് നമ്മൾ അരമണിക്കൂർ മുമ്പ് നമ്മൾ കലക്കി അരിച്ചു വെച്ച വീപ്പാണ്. ഇതിപ്പോൾ മോളിൽ നോക്കിയാൽ നമുക്ക് ഈ പദം മാറ്റി നോക്കാണ്. ഇത് വെറും പച്ചവെള്ളം പോലെയാണ് നിൽക്കുന്നത്. പൊടി അടിയിൽ അടിഞ്ഞാണ്. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് ഈ വീപ്പ മറിച്ച് നമുക്ക് പൊടി എടുക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഈ വീപ്പ വെള്ളം നിറച്ച് ഒന്നുകൂടെ ശുദ്ധി ചെയ്യും. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉണക്കാനായിട്ട് നമ്മൾ മാറ്റുന്നത്. 3 പ്രാവശ്യം ചെയ്താൽ മതി. കാരണം ഈ കൂവയ്ക്ക് മറ്റേ കൂവ പോലെ കട്ടോ കാരോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 3 തവണ നല്ല 4 തവണ ചെയ്താൽ ധാരാളം മതി. 2 മണിക്കൂർ കൊണ്ട് ഈ പൊടിയെല്ലാം അടിയിൽ അടിയും. മറ്റേ കൂവയെ കഴിക്കും വേഗം പൊടിയെല്ലാം അടിഞ്ഞ് നമുക്ക് ഊറ്റി എടുക്കുന്നതിന് പറ്റും. ഒരു അരയ്ക്കുന്നാളും തന്നെ നമുക്ക് ഇനി ഇന്നൊന്ന് 1 പ്രാവശ്യം കൂടി ഇത് വെള്ളം മാറി പിന്നെ നാളെ രാവിലെ ഒന്നുകൂടെ വെള്ളം മാറി അത് കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോഴത്തേന് നമ്മളിത് പൊടി 2 മണിക്കൂർ വെയിലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഡ്രയറിലോട്ട് മാറ്റുകയായിരുന്നു. ഡ്രയർ വെച്ചാൽ 36 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പൊടി ഉണങ്ങി നമുക്ക് റെഡിയായി വരും. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ 50 നമ്മൾ ഉണങ്ങാൻ വെക്കുന്നത്. പിന്നെ ഒരുമാതിരി ഉണക്കാവുകയാണെങ്കിൽ പിറ്റേ ദിവസം 40-ലാകും. ഉണങ്ങിയെടുത്ത പൊടി ഡ്രയറിൽ നിന്ന് ഉണങ്ങിയെടുത്ത് നമ്മൾ ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിരത്തി ഇട്ടിരിക്കുകയാണ്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മളിത് പായ്ക്ക് ചെയ്യുന്നത്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒരു ദിവസം ഉണ്ടാക്കിയ പൊടിയാണ്. ഏകദേശം ഒരു 30-35 കിലോയോളം കാണും ഈ കാണുന്ന പൊടി. ഇത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ പായ്ക്ക് ചെയ്യും. നമ്മൾ 1 കിലോ 1/2 കിലോ പാക്കറ്റുകളാണ് നമ്മൾ പായ്ക്ക് ചെയ്യുന്നത്. നമ്മുടെ വിൽപ്പന വില എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിന് 1 രൂപ എന്നുള്ളതാണ് വില. 1 ഗ്രാമിന് 1 രൂപ വിലയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. 1 കിലോയ്ക്ക് 1000 രൂപയും 1/2 കിലോയ്ക്ക് 500 രൂപയും. അപ്പോൾ 100% പരിശുദ്ധമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൂപ്പുപൊടിയാണ്. ഇതിനകത്ത് വേറെ യാതൊരു മായമോ ഒന്നുമില്ല. കാരണം നമ്മൾ തന്നെ പായ്ക്ക് എടുക്കുന്നതായിട്ട് നമുക്ക് 100% ഉറപ്പോടെ എല്ലാവർക്കും ഇത് വിതരണം ചെയ്യുന്നതിനായിട്ട് സാധിക്കും.